Welcome to NCERT Plus 1 and Plus 2 Physics. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊളീഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഇലാസ്റ്റിക് കൊളീഷൻ അതൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടു. സോ ഇനി നമുക്ക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 6.12.2 കൊളീഷൻസ് in one dimension. ഇതാണ് ഈ ഒരു സെക്ഷൻ. വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കൊളീഷൻ എന്ന് പറഞ്ഞാൽ either ഇത് എക്സ് ആക്സിസിലായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ വൈ ആക്സിസിലായിരിക്കാം നടക്കുക, ഏതെങ്കിലും ഒരു ആക്സിസിലായിരിക്കും. അതിപ്പോൾ എന്താണ്, ഈ മാസ് ഇങ്ങനെ വേറൊരു മാസമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ രണ്ട് മാസം either ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ടൊക്കെ തന്നെ വരുന്ന ഒരു കേസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ആണെങ്കിൽ രണ്ട് മാസ് അവർ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ കൊളീഷനും അവരുടെ പാത്ത് ഈ ഒരു ഡയറക്ഷനിൽ മാത്രം, അതൊരു ഡയറക്ഷനിൽ മാത്രം വരികയാണെങ്കിലാണ് നമ്മൾ പറയുന്ന കൊളീഷൻ വൺ ഡയമെൻഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കൊളീഷനാണ്. ദാറ്റ് മീൻസ് നമുക്കിവിടെ ആംഗിൾ ചേഞ്ചുകളൊന്നുമില്ല. അത് ഒരു മാസ് മറ്റൊരു മാസമായിട്ട്, ഇപ്പൊ ഇത് M1 M1 M2, ഇത് കൊളീഷൻ ഇങ്ങനെ M1 M2 ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ M1ന്റെയും M2ന്റെ ഡയറക്ഷൻ, ഇത് ആക്സിസ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അത് ആക്സിസിൽ നിന്ന് മാറിപ്പോകുന്നില്ല. കൊളീഷൻ കഴിഞ്ഞാലും ഇറ്റ് വിൽ സ്റ്റേ സംവെയർ. ഇപ്പൊ ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ M1, ഒരു പക്ഷേ ഇവിടെ M2 വരും, അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ ആംഗിൾ എടുക്കുവാണെങ്കിൽ എന്താണ്, ബിക്കോസ് ആംഗിൾ കൺസെപ്റ്റ് വരണമെങ്കിൽ നമ്മൾ കൊളീഷൻ ടു ഡയമെൻഷൻ കൺസിഡർ ചെയ്യണം. അത് നമുക്ക് ഇവിടെ രണ്ട് ആക്സിസിന്റെയും ആവശ്യം വരും കൊളീഷൻ ടു ഡയമെൻഷൻ കൺസിഡർ ചെയ്യുമ്പോൾ. അതായത് ഇവിടെ നമ്മുടെ 6.10 പോലത്തെ ഒരു പടം, അതാണ് കൊളീഷൻ ടു ഡയമെൻഷൻ. സോ ഇത് M1 ആണ്, ഇവിടെ നമ്മുടെ M2 കിടക്കുകയെന്ന് വിചാരിക്കുക. ഇതാണ് M2. കൊളീഷൻ കഴിഞ്ഞ് നടന്നു കഴിയുമ്പോൾ M1 എന്ന് പറയുന്നത് ഇവിടെ ഈ പാത്തിലുള്ള ഈ M1 എന്ന് പറയുന്നത് ഇങ്ങോട്ടായി. കൊളീഷൻ കഴിഞ്ഞപ്പോൾ M1 ഇവിടെ എത്തി ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ ഇരുന്ന M2 എന്താണ്, ഈ ആക്സിസിലുള്ള M2 നേരെ ഇങ്ങോട്ട് മാറി. കൊളീഷൻ കഴിഞ്ഞ് എന്ത് പറ്റി, ഇപ്പൊ കൊളീഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഇപ്പൊ M2 കിടക്കുന്ന ഒരു θ1 എന്ന് പറഞ്ഞൊരു ആംഗിളിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് M2ന്റെ ആംഗിള് θ2 എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് മാറി. പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് both M1 and M2 lies in the same axis itself. That means here you have θ1 is equal to θ2 is equal to 0. ഇവിടെ നമുക്ക് ആക്സിസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, അതേ ഡയറക്ഷനിൽ തന്നെയാണ് സ്കാറ്ററിംഗ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസസ് വേർ θ1 θ2 is equal to 0 കേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കൊളീഷൻ വൺ ഡയമെൻഷൻ. സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ പോലെ തന്നെ തുടങ്ങാം. ഇപ്പൊ ഇവിടെ ഇപ്പം ചെയ്യുന്ന സോ ദിസ് ഇസ് 2D കൊളീഷൻ. This is 2D collision. This is 1D collision. അപ്പോൾ ശ്രദ്ധിക്കാം. അത് നമുക്ക് ടെക്സ്റ്റിൽ തുടങ്ങാം. അപ്പൊ നമ്മളിപ്പം ഇവിടെ ബോധേഡ് ആവുന്നത്, നമ്മളിപ്പം ഇവിടെ കാണുന്നത് കൊളീഷൻ വൺ ഡയമെൻഷൻ ആണ്. ഓക്കെ, വൺ ഡയമെൻഷൻ കൊളീഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അവിടെ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കണ്ടിരുന്നു. അത് ഒരുമിച്ച് കൊളീഷന് ശേഷം രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റിക്ക് ടുഗെദർ ആണ്, നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയും. പക്ഷേ എന്താണ്, പാർട്ട് ഓഫ് ദ എനർജി റിലീവ്ഡ് ആവുകയും അത് കുറച്ച് കൈനറ്റിക് എനർജി ലോസ് സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ കേസസിന് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ബട്ട് ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ കാണും. സോ നമ്മളുടെ 1D കേസാണ് നോക്കുക. ദാറ്റ് മീൻസ് ഹിയർ θ1 θ2 is equal to 0 ആണ്.
ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കേസാണ് നോക്കുക. അപ്പൊ നമുക്കറിയാം ഈ ഇലാസ്റ്റിക് കൊളീഷനിലാണെങ്കിലും ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും സെയിം ആയിരിക്കും. ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും സെയിം ആയിരിക്കും. അപ്പോ നമ്മൾ കൊളീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലെറ്റ് M1 കൊളൈഡ്സ് വിത്ത് M2. ഈ എന്താണ് M1 M2 ആയിട്ട് കൊളൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെയാണ് ആ കൊളീഷൻ തൽക്കാലം വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് M1ന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നതിനെ V1I എന്ന് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഈ കൊളീഷന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ ഇറ്റ് വിൽ മൂവ് വിത്ത് ദ സെയിം വെലോസിറ്റി. അതാണ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ ഒരു പ്രത്യേകത. ഇതാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ് ഇവിടെ. ഓക്കെ, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അതിന്റെ അർത്ഥം നമ്മൾ പാർട്ടിക്കിൾസ് move together after collision. After collision, particle ഒരുമിച്ച് മൂവ് ചെയ്യും. That means എന്താണ്? It just implies final velocity is same for both particles. കാര്യം ഒരുമിച്ചാണ് അവർ മൂവ് ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആയിരിക്കും. സോ ലെറ്റ് ഹിയർ ഇവരെ മൂവ് ചെയ്യുന്നു, ഇവരെ ഫൈനലി സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. ഈ വെലോസിറ്റി VF ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന് പ്രത്യേകത എന്താണ്? P1 ഫൈനൽ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റം, ബട്ട് കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഈ ആസ്പെക്റ്റുകളെല്ലാം അറിഞ്ഞാൽ നമുക്കിത് സ്മൂത്ത് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും കൂടി എന്താണ് ഇക്വേറ്റ് ചെയ്യാം. ദിസ് ഇസ് അക്കോർഡിംഗ് ടു വാട്ട് ലോ ഓഫ് മൊമെന്റം കൺസർവേഷൻ. ഓക്കെ, മൊമെന്റം കൺസർവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ എഴുതാമെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം എടുക്കാം. ഇത് ഇനീഷ്യൽ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. അപ്പം ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റം ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് M1 എന്ന് പറയുന്നത് മൂവ് ചെയ്യാണ്, മൂവ് ചെയ്ത് M2 എന്ന് പറയുന്ന ആൾ ഇവിടെ തന്നെ ഇങ്ങനെ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയായിരുന്നു. M2 ഇങ്ങനെ ഓടി വന്ന് M1 M2 ഇങ്ങനെ ഓടി വന്നിരിച്ചിട്ട് അവർ സ്റ്റിക്ക് ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മൾ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്. സോ M1 മാത്രമേ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളൂ. ബിക്കോസ് M2 റെസ്റ്റ് ആയതുകൊണ്ട് M2ന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, M1 മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് വി ഹാവ് V1I. ഈ V2 represents second particle or the mass, the velocity of second mass, velocity of M2 and 2. And in the initial momentum അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ I. ഓക്കെ, ഇവിടെ V1I എന്ന് പറയുന്നത് 1 റെപ്രസെന്റ് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, I കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പം V2I is equal to 0 എന്നാണ് നമ്മൾ എടുക്കുന്നത്. കാര്യം M2 റെസ്റ്റിലാണെന്നും M1 മാത്രം മൂവ് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ ഇവിടെ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. ആൻഡ് ഫൈനലി ഒരു സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ച് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റി VF ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനീഷ്യൽ മൊമെന്റം നോക്കാം. ഇനീഷ്യൽ മൊമെന്റം മീൻസ് mass of the first particle plus initial velocity of the first particle plus mass of the second particle plus into initial velocity of the second particle, which should be equal to finally എന്ത് ചെയ്യണം? സ്റ്റിക്ക് ചെയ്ത് പോവുകയാണ്, സ്റ്റിക്ക് ചെയ്ത് ഒരേ വെലോസിറ്റി പോകാൻ. സോ അതങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ മാസ് M1 plus M2, ഫൈനൽ വെലോസിറ്റി VF. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു V2I റെസ്റ്റിലാണെന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ M1 V1I is equal to plus M2 into 0 is equal to M1 plus M2 into VF. Okay, M1 plus M2 into VF or M1 V1I is equal to M1 plus M2 VF, which implies നമുക്ക്
ഫൈനൽ വെലോസിറ്റി എഴുതാം. അവർ സ്റ്റിക്ക് ചെയ്ത് പോകുന്ന വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. ദാറ്റ് ഈസ് m1 v1i ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് അവസാനം ഒരു സ്റ്റിക്ക് ചെയ്ത് പോകുന്ന വെലോസിറ്റി. ഇനി നമുക്ക് ഇത് തന്നെ അറിയാം, കൈനറ്റിക് എനർജി ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി വിൽ നോട്ട് ബി ഈക്വൽ ടു ദ ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ലോസ് ഇൻ കൈനറ്റിക് എനർജി ഓൺ കൊളീഷൻ. അതെന്താന്ന് നോക്കാം. ലോസ് ഇൻ കൈനറ്റിക് എനർജി ഓൺ കൊളീഷൻ, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ കൈനറ്റിക് എനർജി കാരണം ഫൈനൽ എത്രയാണ്, അത് ഫൈനൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കില്ല. ദർ വിൽ ബി സം ലോസ്, കുറച്ച് നഷ്ടം വരും. ആ നഷ്ടം കണ്ടുപിടിക്കാൻ എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി or the loss. That means the initial kinetic energy minus final kinetic energy. അതെത്രയാണ് നമുക്ക് നോക്കാം. സോ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഹാഫ് mv² ആണ്. സോ യു ഹാവ് ടു ടേക്ക് ഹാഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ m1 ഇൻറ്റു അതിൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയർ v1i² പ്ലസ് എന്താണ്, നമുക്ക് സെക്കൻഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഹാഫ് ഇൻറ്റു v2i² മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ടുഗെദർ ആണല്ലോ മൂവ് ചെയ്യുന്നത്. സോ ഹാഫ് ഇപ്പൊ ടുഗെദർ ഉള്ള മാസ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, m1 പ്ലസ് m2 ഫൈനൽ ഒരു മൂവ് ചെയ്യുന്ന വെലോസിറ്റി vf². ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഫ് m1 v1i² പ്ലസ് ഇതെന്ന് പറയുന്നത് v2i 0 ആണ്, അതുകൊണ്ട് ഈ ഹോൾ ടേം 0 ആണ്, മൈനസ് ഹാഫ് m1 പ്ലസ് m2 vf². ഓക്കെ, vf². സോ നമുക്ക് vf-ന് നമ്മൾ ഇവിടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, എന്താണ്, m1 v1i ബൈ m1 പ്ലസ് m2. അപ്പൊ അത് നമ്മൾ ഈ ഒരു vf-ന് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഹാഫ് m1 v1i² മൈനസ് ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു എന്താണ്, vf-ന് ആ എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. അപ്പം ആ എക്സ്പ്രഷൻ കൊടുക്കുന്നതെന്ന് പറയുമ്പം എത്രയാണ്, m1² ഡിവൈഡഡ് ബൈ, പിന്നെ vf ഇവിടെ നിന്ന് എടുത്തെഴുതാം, സ്ലൈഡ് മാറ്റി, vf ഇസ് ഈക്വൽ ടു m1 ബൈ m1 ആണ്, m1 പ്ലസ് m2 v1i എന്നായിരുന്നു. ഓക്കെ, സോ എൻ്റെ സ്ക്വയർ എടുക്കണം. ദാറ്റ് മീൻസ് m1² ബൈ m1 പ്ലസ് m2² ഇൻറ്റു v1i². അപ്പം ഈ m1 പ്ലസ് m2 ഇവിടെ ഒരു m1 പ്ലസ് m2, അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ആവുന്നു. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ഹാഫ് m1 v1i² മൈനസ് ഹാഫ് m1² ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 v1i². അപ്പം ഇവിടെ നിങ്ങൾക്ക് ഹാഫ് ഉണ്ട്, ഇവിടെയും ഹാഫ് ഉണ്ട്, ഇവിടെയും ഒരു m1 ഉണ്ട്, ഇവിടെ ഒരു m1 ഉണ്ട്, ഇവിടെ v1i² ഉണ്ട്, ഇവിടെയും v1i² ഉണ്ട്. Therefore നമുക്ക് ഇങ്ങനെ എടുക്കാം, അത് ഹാഫ് m1 v1i² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു, ഇപ്പം ഇവിടെ എന്ത് പറ്റി, 1 ഉള്ളൂ, മൈനസ് ഹാഫ് പുറത്തെടുത്തു, m1 ഒരെണ്ണേ പുറത്തെടുത്തുള്ളൂ, അപ്പോൾ ഒരു m1 ഇപ്പോഴും കിടപ്പുണ്ട്, ഡിവൈഡഡ് ബൈ താഴെയൊരു m1 പ്ലസ് m2 ഉണ്ടായിരുന്നു, പിന്നെ v1i² ഓൾറെഡി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന്റെ അകത്തേനെ സിംപ്ലിഫൈ ചെയ്യാം. m1 v1i² ഇൻറ്റു 1 മൈനസ് m1 ബൈ m1 പ്ലസ് m2 സിംപ്ലിഫൈ ചെയ്യാം. സോ ഇത് അപ്പുറത്തേക്ക് ന്യൂമറേറ്ററിലേക്ക് പോയിട്ട് m1 പ്ലസ് m2 മൈനസ് ഈ m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഈ m1 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഹാഫ് m1 m2 v1i² ബൈ m1 പ്ലസ് m2. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ലൂസിങ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് ഹാഫ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 v1i².
ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം സി ദിസ് ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആണ്. എന്താണ് നമ്മളിവിടെ എടുത്തപ്പം ഡെൽറ്റ കെ എടുത്തപ്പോൾ കെ മൈനസ് കെ എഫ് എന്നാണ് എടുത്തത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി പോസിറ്റീവ് ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് കെ ആണ് കെ എഫിനെക്കാട്ടും കൂടുതലെന്ന് മനസ്സിലായി. ആൻഡ് that means finally എന്താണ് some kinetic energy is lost during this collision. അതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ. ഇത് നമ്മളിപ്പം ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിലാണ് ഈ ഫൈനൽ സ്പീഡ് കണ്ടുപിടിച്ചു, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു ഇലാസ്റ്റിക് കൊളീഷന്റെ കേസ് കണ്ടുപിടിക്കാം. ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അപ്പം ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധനം സ്റ്റിക്ക് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് സ്റ്റിക്കിംഗ് ടുഗെദർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്തുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത്? ദേ ആർ നോട്ട് സ്റ്റിക്കിംഗ് ടുഗെദർ ആഫ്റ്റർ കൊളീഷൻ. ഇത് എത്രയും നമ്മൾ എടുത്ത് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് പാർട്ടിക്കിളിന് ഒരു ഫൈനൽ വെലോസിറ്റിയും സെക്കൻഡ് പാർട്ടിക്കിളിന് മറ്റൊരു ഫൈനൽ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവും, വിച്ച് ഇസ് നോട്ട് ഈക്വൽ. v1f-ഉം v2f-ഉം ഉണ്ടാവും. ഇത് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ഫൈനൽ വെലോസിറ്റി അത് ഡിഫറെന്റ് ആയിരിക്കും ഈ ഒരു കേസിൽ. ഓക്കെ, അത് മാത്രമല്ല പിന്നെന്താണ്, ഇനീഷ്യൽ momentum will be equal to final momentum, and also initial kinetic energy will be equal to the final kinetic energy. ഈ ഒരു പ്രത്യേകതയും ഇലാസ്റ്റിക് കൊളീഷൻസിന് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 1 ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ കൊളീഷൻ ചേഞ്ചിങ് ആംഗിൾ ഒന്നും ഉണ്ടാകുന്നില്ല, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പോവുക. സോ θ1 θ2 0. അപ്പൊ നമുക്ക് ഇനി ഓരോ കണ്ടീഷൻസ് എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം. I think this is going to be somewhat longer expression. So നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഇനീഷ്യൽ മൊമെന്റം എന്താണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. m1 എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി v1i, ആൻഡ് m2നെ കൊളൈഡ് ചെയ്യാണ് പോയി m1. അപ്പൊ m2 is at rest. That means second particle ne v2i and initial velocity represent. This v2i here is also considered to be 0. കാര്യം m2 റെസ്റ്റ് ആണ്. അതിന് ശേഷമാണ് m1ഉം m2ഉമായിട്ട് ഇത് ചിന്നി പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇനീഷ്യൽ മൊമെന്റ് എഴുതാം. ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, m into v എഴുതാം. സോ m1 v1i പ്ലസ് എന്താണ് m2 v2i should be equal to ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ m1 ഫൈനൽ അത് അച്ചീവ് ചെയ്യുന്ന m1 അച്ചീവ് ചെയ്യുന്ന വെലോസിറ്റി v1f-ഉം m2 അച്ചീവ് ചെയ്യുന്ന ഫൈനൽ വെലോസിറ്റി v2f-ഉം ആണ്. അപ്പൊ ഇവിടെ v2i എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0 ആയതുകൊണ്ട് m1 v1i is equal to m1 v1f plus m2 v2f. Let this be first equation. ഇനി നമുക്ക് കൈനറ്റിക് എനർജിക്ക് ഉണ്ട് എന്താണ്, ഇനീഷ്യൽ kinetic energy is equal to final kinetic energy. So ഇത് വെച്ച് നമുക്ക് ഇനീഷ്യൽ kinetic energy എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ half m1 v1 i square, half mv square എന്നുള്ള ഇക്വേഷൻ പ്ലസ് half m2 v2 i square ഉണ്ട്. ബട്ട് v2i 0 ആയതുകൊണ്ട് ഞാൻ ഇനിയും വീണ്ടും ഒരുപോലെ എഴുതുന്നില്ല, അല്ലെങ്കിൽ വേണേൽ കൺഫ്യൂഷൻ തീർക്കാതിരിക്കാൻ വേണം, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുന്നതാണ് എന്ത് ചെയ്താൽ v2i square is equal to ഇനി ഫൈനൽ വെലോസിറ്റി എത്രയാണ്, ഫൈനൽ കൈനറ്റിക് എനർജി ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഹാഫ് m1 ഫൈനൽ വെലോസിറ്റി അച്ചീവ് ചെയ്യുന്ന 1f v square പ്ലസ് ഹാഫ് m2 v2 f square. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ v2i 0 ആയതുകൊണ്ട് നമുക്ക് ഈ ടേം 0 ആണ്. പിന്നെ നമുക്കറിയാം എല്ലായിടത്തും ഹാഫ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു 2 ഹോൾ എക്സ്പ്രഷൻ നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഈ ഹാഫ് എല്ലായിടത്തും പോയിക്കോളും അല്ലെ, അല്ലെങ്കിൽ അത് സെയിം ആയിരുന്നു നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. Therefore we will obtain thus v1 i square is equal to m1 v1 f square plus m2 v2 f square എന്ന് വരും. So let this be equation 2. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2 ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഫൈനൽ വെലോസിറ്റി വേണം. അത് നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇവിടെ 2 വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്.
ഫൈനൽ വെലോസിറ്റീസ് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമുക്കറിയാം രണ്ട് ഫൈനൽ വെലോസിറ്റി സ്റ്റിക്കിൽ നല്ല പോകുന്നത്. M1ന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി V1 F1, M2 എന്ന് പറയുന്നത് M1ന്റെ വെലോസിറ്റി. ഇനി M2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ മാസിന്റെ ഫൈനൽ വെലോസിറ്റി റിപ്രസെന്റ് V2 F. അപ്പൊ ഈ രണ്ട് ക്വാണ്ടിറ്റിയും നമുക്ക് കണ്ടുപിടിക്കണം. V1 F കണ്ടുപിടിക്കണം, V2 F കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഇക്വേഷനാണ് 1ഉം 2ഉം. ഈ 1ഉം 2ഉം നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ യു ടേക്ക് 1, ഇക്വേഷൻ 1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇക്വേഷൻ 1ല് M1 എന്ന് പറയുന്ന ടേം കോമൺ ആണ് അല്ലേ. M1 എന്ന് പറഞ്ഞ ടേം കോമൺ ആയതുകൊണ്ട് ഞാൻ M1നെ പുറത്തെടുക്കുന്നു. M1 ഇൻറ്റു, അപ്പം പുറത്തെടുത്തു കഴിഞ്ഞാൽ അതായത് ഈ V1 F, M1 V1 F ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ മൈനസ് M1 V1 F, എന്നിട്ട് ഞാൻ ആ M1 കോമൺ എടുക്കുകയാണ്, ഇവിടെ പുറത്തെടുത്തു. അപ്പൊ എനിക്ക് V1I മൈനസ് V1 F ഇസ് ഈക്വൽ ടു M2 V2 F എന്ന് കിട്ടി. ഓക്കെ, ഇനി 6.25 നോക്കുക. 6.25 അല്ല, ടെക്സ്റ്റിലെ ഇക്വേഷന്റെ പേരാണ്. ഇക്വേഷൻ 2 നോക്കുക. ഓക്കെ, ഇക്വേഷൻ 2 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, M1 ഇവിടെയും M1 V1 I സ്ക്വയറും M1 V1 F സ്ക്വയർ ഉണ്ട്. ഈ M1നെ ഞാൻ ഇവിടുന്ന് കോമൺ എടുക്കാം. അത് V1 F സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് M1 V1 F സ്ക്വയർ എന്നാവും അല്ലെ. സോ നമ്മൾ കോമൺ എടുക്കുമ്പോൾ M1 ഇൻറ്റു V1 I സ്ക്വയർ മൈനസ് V1 F സ്ക്വയർ is equal to M2 V2 F സ്ക്വയർ എന്ന് വരും. ഇനി എനിക്ക് ഈ A സ്ക്വയർ മൈനസ് B സ്ക്വയറിന്റെ എക്സ്പാൻഷൻ അറിയാലോ. A സ്ക്വയർ മൈനസ് B സ്ക്വയർ ആണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു A പ്ലസ് B ഇൻറ്റു A മൈനസ് B ആണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം, V1I പ്ലസ് V1F ഇൻറ്റു V1I മൈനസ് V1F എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം, V1I മൈനസ് V1F ഇൻറ്റു V1I പ്ലസ് V1F എന്ന് എഴുതാം is equal to M2 V2 F സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കേ, M1 ഇൻറ്റു V1I ബൈ മൈനസ് V1F എന്ന് പറയുന്നത് ഇൻറ്റു V2 F ആണ്. ഇവിടെ നമുക്ക് M1 ഇൻറ്റു V1I മൈനസ് V1F പകരം എന്ത് കൊടുക്കാം, M2 V2 F എന്ന് കൊടുക്കാം. സോ ഈ ഇക്വേഷൻ 3 ആണെന്ന് വെക്കുക. ഇക്വേഷൻ 4 ആണെങ്കിൽ by equation 3 or from equation 3, okay, from equation 3 we obtain fourth equation, we obtain equation 4 as equation 4 M1 into V1I minus V1F നമുക്ക് M2 V2 F എന്ന് കൊടുക്കാം. That is M2 V2 F is into V2F into V1I plus V1F is equal to M2 V2 F square എന്ന് വരും. ഓക്കെ, ഞാൻ ഇക്വേഷൻ എന്നത് ഇപ്പുറത്തേക്ക് എഴുതാം. M2 V2 F into V1I plus V1F is equal to M2 V2 F സ്ക്വയർ. അപ്പൊ നോക്കുക, നമുക്ക് ഇവിടെ ഒരു M2 ഉണ്ട്, ഇവിടെ ഒരു M2 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു V2 F ഇവിടുത്തെ ഒരു V2 F ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഒബ്റ്റെയിൻ ദിസ് ആസ് V1I plus V1F is equal to V2 F എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ V2 Fന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഫൈനൽ V2 F, the final velocity of the second particle എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി V1I plus V1F. That is given by initial velocity of the first particle plus the final velocity of the first particle. അതാണ് final velocity of the second particle. ഓക്കെ, നമുക്ക് അങ്ങനെ V2 F കിട്ടി. അപ്പൊ V2 F കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇനി എന്താണ് വേണ്ടത്, V1F കണ്ടുപിടിക്കണം. V1F ആണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മളുടെ ഈ ഇക്വേഷൻ V2 Fനെ substituting V2 F in V2 Fനെ നോക്കൂ, ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ
ഫസ്റ്റ് ഇക്വേഷനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഒന്നുകൂടെയും കൂടെ എഴുതാം. നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ടായിരുന്നു m1 v1i is equal to m1 v1f plus m2 v2f ആണ്. ഇതിന്റെ v2f പകരം ഈ ഇപ്പൊ കിട്ടിയ വാല്യൂ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം v1i is equal to m1 v1f plus m2 into v1i plus v1f എന്ന് വരും. ഇനി ഞാൻ ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ m1 v1i is equal to m1 v1f plus m2 v1i plus m2 v1f. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെയും ഒരു v1f ഉണ്ട്, ഇവിടെയും ഒരു v1f ഉണ്ട്. സോ v1f ആണ് ഇഷ്ടം. അപ്പം ഇത് രണ്ടും എനിക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ ഞാനത് കോമൺ ആയിട്ട് എടുക്കാം. സോ m1 v1i is equal to m1 v1f ഞാൻ കോമൺ ആയിട്ട് എടുക്കാണ്. ഓക്കെ, v1f into m1 ഇതിൻ്റെ അകത്ത് പ്ലസ് m2 പ്ലസ് ഇനിയുള്ള ഈ ടേം എഴുതാം m2 v1i. ഓക്കെ, ഇനി നോക്കുക, ഞാൻ ഈ ഒരു v1i ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ m1 v1i minus m2 v1i is equal to v1f into m1 plus m2 എന്ന് എനിക്ക് എഴുതാം. ഇനി ഇവിടെ നോക്കുക, ഞാൻ ഇക്വേഷൻ ഒന്നും കൊണ്ട് എഴുതാം. അത് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ് m1 v1i minus m2 v2i is equal to v1f into m1 plus m2. സോ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അല്ലേ. This is m1 v1i. അപ്പൊ ഇവിടെ നോക്കുക, ഈ v1i എനിക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ v1i into m1 minus m2 is equal to v1f into m1 plus m2. സോ ഇതിന് എനിക്ക് വേണ്ടത് v1f ആണ്. ബിക്കോസ് v1i എന്താണ്, v1i എന്ന് പറയുന്ന ടേം നോൺ ആണ്. v1i എന്ന് പറഞ്ഞ നോൺ ടേം ആണ്. എനിക്ക് വേണ്ടത് എന്താണ്, v1f ആണ്. സോ v1f ഇതിൻ്റെ അകത്ത് എനിക്ക് എഴുതാം v1f is equal to m1 minus m2 divided by ഈ m1 plus m2 താഴേക്ക് വരും, പുറത്തേക്ക് വരും, m1 plus m2 into ഓൾറെഡി ഉള്ള ഈ v1. സോ ഇതിൽ നിന്ന് എന്ത് പറ്റി, നമുക്ക് v1f നമ്മൾ കണ്ടുപിടിച്ചു, v2f നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതായിരുന്നു അൺനോൺസ്. അൺനോൺസ് ഫൈനൽ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിളും ഫൈനൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിക്കിളും ആണ്. അത് നമ്മൾക്ക് എന്താണ്, നമുക്ക് നോൺ ആയിരിക്കും. അതായത് നമുക്ക് നോൺ ക്വാണ്ടിറ്റീസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന, എന്താണ് നോൺ ക്വാണ്ടിറ്റീസ് ആണ് ഇതിനുള്ളിൽ വരുന്ന m1 അതുപോലെ തന്നെ m2 v1f and we know, sorry, v1f അല്ല v1i, m1 m2 നമുക്ക് നോൺ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. മാസ് ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ തന്നിട്ടുണ്ടാവും, മാസ് ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ നമുക്ക് അറിയായിരിക്കും. v1 ഇനീഷ്യൽ എന്ന് പറയുന്നത് ഗിവൺ ആയിരിക്കും. ആൻഡ് വി ഹാവ് ടേക്കൺ ഹിയർ m2 ഇസ് അറ്റ് റെസ്റ്റ്. സോ v2i 0 ആണെന്ന് അറിയാം. അപ്പം ഈ നോൺ ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് ഈ അൺനോൺ ക്വാണ്ടിറ്റീസിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസസും കൂടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഓക്കെ, രണ്ട് സ്പെഷ്യൽ കേസസും കൂടി ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ സ്പെഷ്യൽ കേസസ് നമ്മൾ കൺസിഡർ ചെയ്യാം. എക്സ്പ്ലോറേറ്റ് എന്നുള്ള രണ്ട് സ്പെഷ്യൽ കേസസ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻ നമ്മുടെ കൂടെ എഴുതാം. v1f-നും നമുക്ക് v2f-നും കിട്ടി. v1f-ന് നമുക്ക് കിട്ടിയത് m1 minus m2 divided by m1 plus m2 into v1i, and v2f we obtained it as
ഓക്കെ ഓക്കെ. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. V2F-ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, ഓ 1 second, I made a mistake, not mistake, കംപ്ലീറ്റ്ലി പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ V2F-ന് നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ നോക്കാം. നമുക്ക് V2F-ന് കിട്ടിയിരിക്കുന്നത് V1I plus V1F ആണ്. ഓക്കെ, V2F-ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് V1I plus V1F ആണ്. ഇതിൻ്റെ അകത്ത് 1I നമുക്കറിയാം, പക്ഷെ 1F നമുക്ക് എന്താണ് ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഇൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്. പക്ഷെ നമ്മൾ ഓൾറെഡി V1F-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. നമുക്കത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനെ ഇൻ ടേംസ് ഓഫ് V1I തന്നെ നമുക്ക്, കാര്യം V1F നമ്മൾ കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് V1I. സോ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ V2F ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റ്ലി V1I നമുക്ക് ഒരു ഇക്വേഷൻ തന്നെ ഇവിടെ കിട്ടും. അപ്പൊ അത് നോക്കാം. V2F എന്ന് പറഞ്ഞാൽ എന്താണ്? V1I പ്ലസ് V1F എന്താണ്? ഇതാണ്. അത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. ഓക്കെ, ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് here it will become M1 plus M2 V1I minus M1 minus M2 V1I divided by second divided by M1 plus M2. Okay, so now we go in expand again. That is M1 V1I plus M2 V1I minus M1 V1I plus M2 V1I divided by M1 plus M2. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം M2 V1I, അത് ഈ M1 V1I മൈനസ് M1 V1I ഉണ്ട്. സോ ദാറ്റ് വിൽ ആഡ് അപ്പ് ടു 0. M2 V1I പ്ലസ് M2 V1I, ദാറ്റ് മീൻസ് 2M2 V1I ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, അപ്പൊ ഇൻ ടേംസ് ഓഫ് V1I തന്നെ നമുക്ക് V2F എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ കൂടി എഴുതാം. V1F എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 V1I. ആൻഡ് V2F എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2M1 M2 V1I M2 V1I divided by M1 plus M2. ഇത്ര ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി രണ്ട് കേസസ് നമുക്ക് നോക്കാം. രണ്ട് സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ എടുത്ത് നോക്കുക. ഓക്കെ, രണ്ട് കേസ് എടുക്കാം. രണ്ട് കേസ് മീൻസ് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസിൽ. അതായത് ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1. കേസ് 1 എന്ന് പറയുന്നത് 2 മാസസ് നമ്മൾക്ക് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള M1 M2 ആണ്. ഈ 2 മാസം ഈക്വൽ ആവുന്ന കേസിൽ, ഈ 2 മാസം ഈക്വൽ ആയി എന്ന് വിചാരിക്കാം. ഈക്വൽ ആവുന്ന കേസിൽ നമുക്ക് V1F-ഉം V2F-ഉം ഇങ്ങനെ വരും. V1F ഈസ് ഈക്വൽ ടു M1 മൈനസ് M2. M1 മൈനസ് M2 എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വരിക? M1-ഉം M2-ഉം സെയിം ആയതുകൊണ്ട് M1 മൈനസ് M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1 എന്ന് വരില്ലേ? ദാറ്റ് മീൻസ് M1 മൈനസ് M1 ഇത് 0 ആവും. ഈ കേസിൽ V1F 0 ആവും. ഇനി V2F എന്ന് പറയുന്നത് എന്ത് വരും? V2F is equal to 2M2 V1I divided by M1 plus M1. അല്ലെങ്കിൽ M1 M2 ഈക്വൽ ആകുമ്പോൾ ഇവിടെ മേളിൽ M2 ആയതുകൊണ്ട് നമുക്ക് M2 plus M2 എന്ന് പറയാം. That means 2M2. That means it is equal to V1I. So V2F എന്ന് പറയുന്നതും V1I-യും ഇതാവും. ഇതെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ 2 മാസസും ഈക്വൽ ആവുന്ന കേസിലാണെങ്കിൽ V1F 0 ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിൾ എന്ത് പറ്റും?
റെസ്റ്റിലാവും. അതോ ഇത് ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ ഓടി വന്ന് സെക്കൻഡ് പാർട്ടിക്കിളിനെ ഇടിച്ചിട്ട് ഫസ്റ്റ് പാർട്ടിക്കിൾ അവിടെ നിൽക്കും. ഇറ്റ് വിൽ സഡൻലി കംസ് ടു റെസ്റ്റ്. അതായത് സെക്കൻഡ് പാർട്ടിക്കിളിനെ പുഷ് ഓഫ് ചെയ്യുകയാണ്. അപ്പൊ പുഷ് ഓഫ് ചെയ്യുമ്പോൾ ഏത് വെലോസിറ്റിയാണ് അവനിലേക്ക് കൊടുക്കുന്നത്, ഈ അതിന്റെ വന്ന് ഇടിച്ച ആ വെലോസിറ്റിയിൽ അതിനെ പുഷ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ വെലോസിറ്റിയാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക കേസ് 2. രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇഫ് വൺ മാസ് ഡോമിനേറ്റ്സ്, ഏതെങ്കിലും ഒരു മാസ് കൂടുതലാണെങ്കിൽ ഈ കേസിൽ നമ്മൾ M2 ആണ് ടൂളിലായിട്ട് എടുക്കുക. അത് M1 ആണ് വന്ന് M2നെ ഇടിക്കും. ആൻഡ് M2 എന്ന് പറയുന്ന മാസ് ഭയങ്കര ഹെവിയാണ്, എന്നിട്ട് ഒരു ഹെവി പാർട്ടിക്കിൾ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ V1F എന്താവും നോക്കാം. V1F is equal to M1 minus M2 എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ M1 minus M2 by, say this is our expression, M1 plus M2 into V1A. ഇവിടെ ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. അപ്പം ഈ എക്സ്പ്രഷനിൽ M1 എന്ന് പറഞ്ഞാൽ M2 ഭയങ്കര വലുതാണ്, മച്ച് ലാർജർ ദാൻ M1. ഈ കേസിൽ നമുക്ക് M1നെ അവിടെ എടുക്കേണ്ട കാര്യമില്ല, M1നെ എടുക്കണ്ട, അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. M1 നമുക്കിവിടെ എന്താണ് M1 M2 നിന്ന് M1നെ കുറച്ചാലും M2 തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്നത്, നെഗ്ലിജിബിൾ ആയിട്ട് ഡിഫറൻസ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് M1ന്റെ ആ ഒരു കാര്യം അവിടെ എടുക്കാതെ, because it is almost you can consider it to be zero. അതായത് ഇവിടെ M1 എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് 0 ആയിട്ട് വേണം വിചാരിക്കാം. In that case, this will become minus M2 by M2 V1I. Minus M2 M2 കൂടി cancel ആയി minus V1I എന്ന് വരും. Okay, that means നമുക്ക് ഇപ്പൊ എന്താണ് ഇപ്പൊ കിട്ടിയത്, V1 F എന്ന് പറയുന്നത് minus V1I ആയി. ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇനി നമുക്ക് V2F എന്താണെന്ന് നോക്കാം. V2F second particle, that is the expression 2M2 V1I divided by M1 plus M2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്നത് M2 into 2M2 into V1I divided by M1 plus M2 അല്ലെ. അപ്പോൾ ഇത് തന്നെ ഇതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് 2M1 ആണ് കേട്ടോ എക്സ്പ്രഷൻ. 2M1 V1I plus M1 minus M2 divided by M1 plus M2 into V1I into M1 plus M2. Okay, this is this is plus ആണ് കേട്ടോ. This is plus M1 minus M2 ആണ് അല്ലേ. See here, this is plus, so plus M1 minus M2. Therefore ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ടോ. That means ഇവിടെ എന്ത് വരും, this expression will be, I'm sorry, the expression ഞാൻ പ്ലസിലാണ് പറഞ്ഞത്. So this is plus M1 V1I minus M2 V1I ആണ്. So ഇവിടെ ക്യാൻസൽ M2 V2I M2 V1I ആണ്. ആഡപ്പ് ചെയ്യുന്ന 2M1 V1I ആണ്. 2M1 V1I ആണ് കേട്ടോ ആഡപ്പ് ചെയ്യുന്നത്. 2M1 V1I എന്നാണ് അത് വരിക. അപ്പൊ അക്കോർഡിംഗ്ലി നമ്മൾ ഇവിടെ മാത്രമേ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഐ എം സോറി ഫോർ ദാറ്റ്. സോ ദിസ് ഇസ് 2M1 V1I ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ 2M1 V1I ആണ്. ഇവിടെ കുഴപ്പമില്ല, M1 M2 ഈക്വൽ ആവുന്ന കേസ് നമ്മൾ അങ്ങനെ എടുത്താലും ഇവിടെ എക്സ്പ്രഷൻ ചേഞ്ച് വരത്തില്ല, പറഞ്ഞ സംഭവം കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. കാര്യം 2M1 V1I by M1 plus M2 അല്ലേ. സോ M1 നമ്മൾ എന്താണ് 0 ആയിട്ടാണ് ഓൾമോസ്റ്റ് കൺസിഡർ ചെയ്യുക. Therefore this expression becomes 0. That is V2F എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഇത്രയാണ്. ഹെവിയർ, അത് M2 ആണ് ഇതിൻ്റെ അകത്ത് ഹെവിയർ പാർട്ടിക്കിൾ. ഇവിടെ M2 ഹെവിയർ പാർട്ടിക്കിളും M1 ലൈറ്റ് പാർട്ടിക്കിളുമാണ്. ഇത് ഇങ്ങനെയാണ് ഇതിനെ ഇടിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇടിക്കുന്ന കേസിൽ
ഫൈനൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഹെവിയർ പാർട്ടിക്കിൾ 0 തന്നെയാണ്. അത് ഹെവിയർ പാർട്ടിക്കിൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും. ഇത് ഹെവിയർ ആയതുകൊണ്ട് അത് ഡിസ്റ്റർബ്ഡ് ആയില്ല. അത് ഇറ്റ് കണ്ടിന്യൂ ടു ബി അറ്റ് റെസ്റ്റ് ആൻഡ് ഫസ്റ്റ് പാർട്ടിക്കിൾ എന്താണ് തിരിച്ച് റിട്രാക്ട് ചെയ്യും അതിന്റെ പൊസിഷൻ. ഓക്കെ, തിരിച്ച് അത് റിവേഴ്സ് ചെയ്തു അതിന്റെ പൊസിഷൻ. അത് ഇനീഷ്യൽ സ്പീഡ് വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഇതറിയാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദിസ് പ്രോബ്ലം ഈസ് പ്രോബ്ലം 6.12. എക്സാമ്പിൾ 6.12. ഞാൻ പഴയ 2023 മുന്നേ ഉള്ള ടെക്സ്റ്റ് ബുക്കിലെ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ 6.12 എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ബുക്ക് അനുസരിച്ച് ഇറ്റ് വിൽ ബി എക്സാമ്പിൾ 5.12. കാരണം ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പൊ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ നമ്പറിങ് ഇങ്ങനെ വരുന്നത്. അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മിക്കവാറും ഈ പ്രോബ്ലം എന്ന് പറയുന്നത് 5.12 ആയിരിക്കും. പക്ഷെ ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതുകൊണ്ട് 6.12 ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുക. പ്രോബ്ലംസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ, അതിൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ എ ന്യൂട്രോൺ ഓഫ് ഹൈ സ്പീഡ് typically 10 power 7 ആണ് കേട്ടോ, 10 power 7 meter per second must be slowed down to 10 power 3. This is 10 power 3 ആണ് കേട്ടോ. So that can have a high probability of interacting with isotope. ഇതെന്ന് പറയുന്ന isotope 92 uranium 235 ആണ്. Okay, and causing it to fission. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഒരു ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇത്രയും സ്പീഡുള്ള ഒരു ന്യൂട്രോണ് സ്ലോ ഡൗൺ ചെയ്യണം ഈ ഒരു സ്പീഡിലേക്ക് 10 power 3 meter per second. എന്നാലേ അത് ഈ ഒരു ഐസോട്ടോപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഫിഷൻ ഉണ്ടാക്കുള്ളൂ. So show that a neutron can lose most of its kinetic energy in an elastic collision with a light nuclei like deuteron or carbon, which has a mass of only a few times than neutron mass. നമുക്കറിയാം മാസ് ഓഫ് ലൈറ്റ് ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ ഡ്യൂട്രിയത്തിന്റെ മാസ് ഓഫ് ഡ്യൂട്രിയം എന്ന് പറയുന്നത് 2 times മാസ് ഓഫ് ന്യൂട്രോൺ ആണ് ഡ്യൂട്രോണിന്റെ മാസ്. ഇപ്പൊ മാസ് ഓഫ് ന്യൂട്രോണിനെ നമ്മള് മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 2 മാസ് ഓഫ് ന്യൂട്രോൺ. ഇപ്പൊ മാസ് ഓഫ് ന്യൂട്രോണിനെ എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് 2m. ഓക്കെ, ഇനി മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് നമുക്കറിയാം കാർബണിന്റെ വളരെ ഫേമസ് ആയിരുന്നു 12 മാസ് ഓഫ് ന്യൂട്രോൺ ആണ്. അപ്പം മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് എടുക്കുകയാണെങ്കിൽ 12m. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതായത് ന്യൂട്രോൺ എന്ന് പറയുന്നത് ലൈറ്റ് ന്യൂക്ലിയർ എത്രയും ഉള്ളൂ, ന്യൂട്രോൺ മാസിനെക്കാട്ടും ഇത്രയും വ്യത്യാസമേ ഡ്യൂട്രോണിനും കാർബണിനും ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഒരു ഏതെങ്കിലും ഒരു ലൈറ്റ് ന്യൂക്ലിയർ ലൈക്ക് ഡ്യൂട്രോൺ അല്ലെങ്കിൽ കാർബണുമായിട്ട് ഈ ന്യൂട്രോൺ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ കൊളൈഷൻ ഇലാസ്റ്റിക് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൈനറ്റിക് എനർജി മൊത്തം നഷ്ടപ്പെടും എന്നാണ് പറയുക. മൊത്തം നഷ്ടപ്പെടും എന്ന് നമ്മൾ കാണിക്കണം. അപ്പൊ നമ്മൾ ചോദ്യം, യു ഹാവ് ടു ഷോ ദാറ്റ് അതിന്റെ കൈനറ്റിക് എനർജി അതിന് മോസ്റ്റ് ഓഫ് ദ കൈനറ്റിക് എനർജി ഭൂരിഭാഗം കൈനറ്റിക് എനർജി നഷ്ടപ്പെടും നമ്മൾ കാണിക്കണം. The material making up the light nuclei usually heavy deuteron or graphite is called moderate. ഇങ്ങനെ ന്യൂട്രോൺ കൊളൈഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ഡ്യൂട്രോണിനെ D2 എന്നാണ് പറയുക, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കാർബൺ, അതിനെ നമ്മൾ കൊളൈഡ് ചെയ്യുന്ന മെറ്റീരിയലിനെ മോഡറേറ്റർ എന്നാണ് പറയുക. ദിസ് ഇസ് സ്പെല്ലിംഗ് തെറ്റാണ്, മോഡറേറ്റർ. ഇതൊക്കെ കുറച്ചും കൂടി നമ്മൾ ഇത് കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും തീർച്ചയായിട്ടും നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററുകളിൽ ഈ വർഷം തന്നെ പഠിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ആണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജിയുടെ എത്ര ഭാഗമാണ് ന്യൂട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ എത്ര ഭാഗം, അതായത് ന്യൂട്രോണിന്റെ മാക്സിമം പെർസെൻറ്റേജും അത് കൊളൈഡ് ചെയ്യുന്ന ഡ്യൂട്രോൺ ആയിട്ടാണ് ഡ്യൂട്രോണിലേക്ക് പോകണം. നേരെ മറിച്ച് അത് കാർബണിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അത്രയും കാർബണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് കാണിക്കാം എന്ന് ചോദിക്കാം. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്
Okay, first case എന്ന് പറയുന്നത് elastic collision with okay, elastic collision with neutron. Elastic collision. Okay, first case നമ്മൾ എടുക്കുന്നത് ന്യൂട്രോണും ന്യൂട്രോണും ആയിട്ടുള്ള കൊളീഷൻ എടുക്കാം. ഓക്കെ, മാട്രിക്സിൽ അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്. കൊളീഷൻ ഓഫ് ന്യൂട്രോൺ ഞാൻ എന്നു കൊടുത്തു കേട്ടോ. ന്യൂട്രോൺ വിത്ത് ഡ്യൂട്രോൺ. ഡ്യൂട്രോൺ ഇസ് D2O. ഇതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന സംഭവം. അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം സി കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോണിനെ ഞാൻ K1I എന്ന് കൊടുക്കാൻ വിചാരിക്കും. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. This is the initial kinetic energy of neutron ഞാൻ K1I എന്ന് കൊടുക്കുകയാണെങ്കിൽ that will be what half. അതിന്റെ മാസിനെ M1 എന്ന് കൊടുക്കാൻ വിചാരിക്കാം. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി V1I എന്ന് കൊടുക്കുന്നു. സോ ഹാഫ് M M1 V1S2. അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ കൈനറ്റിക് എനർജി. So final kinetic energy of neutron is K1F. This means final kinetic energy of first particle. First particle is the neutron here. So that is half M1 V1 final velocity square. അപ്പോൾ നമ്മൾ V1F ഓൾറെഡി നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇക്വേഷൻ കണ്ടതേ ഉള്ളൂ. ഇക്വേഷൻ ഇപ്പം നമ്മൾ ജസ്റ്റ് V1F ഇക്വേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തതേ ഉള്ളൂ. V1F ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 V1I. ഫോർ ദ ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ V1F ഇങ്ങനെ ആയിരിക്കും എന്നിപ്പോ ജസ്റ്റ് നമ്മൾ കണ്ടതേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഹാഫ് M1 V1F സ്ക്വയർ അതാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 സ്ക്വയർ V1 സ്ക്വയർ. ഓക്കെ, ഇതാണ് വരിക. ഇനി നമുക്ക് എത്രമാത്രം ലോസ് ആയി, കൈനറ്റിക് എനർജി എത്ര നഷ്ടമായി എന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഓക്കെ, ന്യൂട്രോണിന് എന്താണ് എത്രമാത്രം കൈനറ്റിക് എനർജി ഇവിടെ നഷ്ടമായി. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷനില് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പൊ എത്ര നഷ്ടം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, എന്താണ് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ കൊണ്ട് അർത്ഥമാക്കുന്ന ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫോർ ന്യൂട്രോൺ ആണെങ്കിൽ അത് വിൽ ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. ഇതാണ് നമ്മുടെ കൺസർവേഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് എന്താണ്, ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ന്യൂട്രോണിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ന്യൂട്രോണിന്റെ ഫൈനൽ കൈനറ്റിക് എനർജിയും ഒരിക്കലും സെയിം ആവത്തില്ല. ദർ വിൽ ബി ലോസ്. അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുതെന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂട്രോണിന് എത്ര കൈനറ്റിക് എനർജി നഷ്ടമായി എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അത് ഫ്രാക്ഷണൽ കൈനറ്റിക് എനർജി ലോസ്ഡ് ഫോർ ന്യൂട്രോൺ. ന്യൂട്രോണിന് എത്ര നഷ്ടമായി എന്ന് കണ്ടുപിടിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി F1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നെങ്കിൽ അത് എന്ന് പറയുന്ന ഫൈനൽ കൈനറ്റിക് എനർജി ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. സോ നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്, ഇത്രയും വലിയൊരു എക്സ്പ്രഷനാണ് നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി. ദറ്റ് ഈസ് എന്താണ് നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ഒരു ഫൈനൽ ഈ എക്സ്പ്രഷനാണ്. അപ്പോൾ M1 into M1 minus M2 by M1 plus M2 the whole square V1 I square divided by
the initial contingency half n1 v1 I square. So half one cancel n1 cancel v1 I square v1 I square cancel. So you will get it as m1 minus m2 divided by m1 plus m2 the whole square. Then നമുക്ക് fraction contingency lowest എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമുക്കറിയാം ന്യൂട്രോൺ ആരുമായിട്ടാണ് കൊളൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യാണ്. ഓക്കെ, സി ന്യൂട്രോൺ ഈസ് കമ്മിങ് ആൻഡ് കൊളൈഡിങ് വിത്ത് ന്യൂട്രോൺ. അപ്പം ഇവന് ലോസ്റ്റ് ആയി എന്ന് പറയുമ്പോൾ ആ കൈനറ്റിക് എനർജി ന്യൂട്രോണിന് ഗെയിൻ ചെയ്യണം. അങ്ങനെ ആണെങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, കൈനറ്റിക് എനർജി അത് കൈനറ്റിക് എനർജി ഇനീഷ്യലി ഫോർ ദ ഹോൾ ദാറ്റ് ഇസ് ന്യൂട്രോൺ പ്ലസ് ന്യൂട്രോൺ will be equal to final kinetic energy. So means neutron plus neutron എന്ന സിസ്റ്റത്തിന്റെ final kinetic energy ആയിട്ട് ലൂസ് ആണെങ്കിൽ ന്യൂട്രോണിനെ ലൂസ് ചെയ്ത് ഇവൻ ഗെയിൻ ചെയ്യണം. സോ ഫ്രാക്ഷൻ kinetic energy gained by moderating nuclei അല്ലെങ്കിൽ ഫ്രാക്ഷണൽ kinetic energy gained by neutron എന്ന് പറയുന്നത് എന്താണ്, ഫ്രാക്ഷൻ kinetic energy gained by neutron will be ഇത് നേരെ തിരിച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് K2F by K1F. അല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്ത് ന്യൂട്രോൺ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. സോ സി ഇപ്പം അത് കൺഫ്യൂഷൻ ഇല്ലാണ്ടായിരിക്കാൻ ഞാൻ ഒന്നുകൂടെയും കൂടെ ഒന്ന് പറയാം. ഓക്കെ, സോ ഫ്രാക്ഷൻ നമ്മുടെ കൈനറ്റിക് എനർജി ഈ ഒരു കൺസെപ്റ്റ്, അത് ഈ കൈനറ്റിക് എനർജി ഇവിടെ ഈക്വൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രാക്ഷണൽ കൈനറ്റിക് എനർജി ലോസ്റ്റ് ബൈ ന്യൂട്രോൺ പ്ലസ് ഫ്രാക്ഷണൽ കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ neutron should be equal to 1. That means F1 plus F2 എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സോ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന F2 ആണ്. ദാറ്റ് ഇസ് ദ ഫ്രാക്ഷണൽ കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ ന്യൂട്രോൺ ആണ് നമ്മൾ ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F2 കണ്ടുപിടിക്കാൻ 1 മൈനസ് F1 ചെയ്താൽ മതി. ബിക്കോസ് വി ഹാവ് ഓൾറെഡി എക്സ്പ്രഷൻ ഫോർ F1. സോ F1 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി കണ്ടു, m1 minus m2 divided by m1 plus m2 the whole square. അപ്പൊ ഇത് നമുക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ F2 is equal to 1 minus m1 minus m2 divided by m1 plus m2 the whole square. So 1 മൈനസ് നമുക്ക് ഈ ഓരോന്നിനും നമുക്ക് ഇത് കൊടുക്കാം, എന്താണ് ഈ അറ്റ്ലീസ്റ്റ് ഈ m1 മൈനസ് m2 ഹോൾ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് m1 സ്ക്വയർ മൈനസ് 2m1 m2 പ്ലസ് m2 സ്ക്വയർ ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ ഒരു m1 പ്ലസ് m2 the ഹോൾ സ്ക്വയർ ഉണ്ട്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 into m1 plus m2 the ഹോൾ സ്ക്വയർ മീൻസ് m1 plus m2 the ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ഓക്കെ, സോ ദാറ്റ് മീൻസ് m1 സ്ക്വയർ ഈ മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് ആവും, പ്ലസ് 2m1 m2 ഇത് മൈനസ് m2 സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 the ഹോൾ സ്ക്വയർ. ഓക്കെ, സോ എനിക്ക് തുറക്കാം. ദാറ്റ് മീൻസ് ഇത് the m1 plus m2 the whole square. So അതൊന്നുകൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യും. സോ m1 സ്ക്വയർ പ്ലസ് 2m1 m2 പ്ലസ് m2 സ്ക്വയർ മൈനസ് m1 സ്ക്വയർ പ്ലസ് 2m1 m2 മൈനസ് m2 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 the whole square. സോ m1 സ്ക്വയറും m1 സ്ക്വയറും ക്യാൻസൽ ആയി, m2 സ്ക്വയറും m2 സ്ക്വയറും ക്യാൻസൽ ആയി. You will get here 2m1 m2 plus 2m1 m2, that is 4m1 m2 divided by m1 plus m2 the whole square. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി എന്താണ്
ഫ്രാക്ഷൻ. അപ്പൊ ഞാൻ ഡ്യൂറ്റീരിയം എന്ന് പറഞ്ഞ സ്പെഷ്യൽ കേസ് എടുത്തിട്ടാണ് പറഞ്ഞത്. അത് ഇവിടെ ഞാൻ ഡ്യൂറ്റീരിയം എസ്പെഷ്യലി പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പക്ഷെ ഡ്യൂറ്റീരിയത്തിന്റെ മാസമാണ് ഞാൻ ഇപ്പം ന്യൂട്രോൺ ഡ്യൂറ്ററിയായിട്ട് കൊളൈഡ് ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടാണ് എടുത്തത്. എന്നിട്ട് ഡ്യൂറ്റീരിയത്തിന്റെ മാസമാണ് നമ്മൾ N2 ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തത് അല്ലെ. പക്ഷെ നമ്മുടെ മാസ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. സോ നമുക്ക് ജനറൽ ആയിട്ട് തന്നെ ഈ രണ്ട് എക്സ്പ്രഷൻ ഇവിടെ എഴുതാം. ന്യൂട്രോൺ ഏതെങ്കിലും ഒരു ന്യൂക്ലിയൈ ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ അങ്ങോട്ട് ഒന്ന് പറയാം. ന്യൂട്രോൺ ഏതെങ്കിലും ഒരു ന്യൂക്ലിയൈ ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. ദിസ് ന്യൂക്ലിയൈ could be carbon atom or it could be neutron. അപ്പം in that case ഇത് M1 ഉം ഇത് M2 ഉം ആണെങ്കിൽ the fractional kinetic energy lost by neutron is given by F1, which is equal to M1 minus M2 by M1 plus M2 the whole square. And the fractional kinetic energy gained by that nuclei. Okay, ഞാനിവിടെ deuteron എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് deuteronഉം കാർബണും രണ്ടും കൺസിഡർ ചെയ്യണം. നമുക്ക് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. It could be either a deuteron or it could be a carbon, whatever. That is given by 4m1 m2 divided by m1 plus m2 the whole square. Okay, ഇനി നമുക്ക് deuteron ആയിട്ടും കാർബൺ ആയിട്ടും ഇതിനെ ചിന്തിക്കാം. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻ കിട്ടി. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ എഴുതാം. F1 is given by fractional kinetic energy which is lost by neutron, that is given by m1 minus m2 divided by m1 plus m2 the whole square, and fraction kinetic energy gained by the particular nuclei will be 4m1 m2 divided by m1 plus m2 the whole square. Okay, so in this case ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് കേസ്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും കേസ് കൺസിഡർ ചെയ്യുക. ഞാൻ ഈ മാസ് എടുക്കാൻ പോകണം. ന്യൂട്രോൺ is colliding with deuteron. ഈ കേസിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം if this is m1 and this is considered to be m2. Here in this case m2, അത് ഞാൻ ആദ്യം പറഞ്ഞു, mass of deuteron is equal to 2 times the mass of neutron ആണ്. ഓക്കെ, ഡ്യൂട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 2 times mass of neutron ആണ്. അപ്പൊ ഈ കേസിൽ ഞാൻ ഇനി F1 കണ്ടുപിടിക്കാം. F1 is m1 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ m1 minus m2 പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 2m1 എന്ന് കൊടുക്കാൻ പറ്റും. ഡിവൈഡഡ് ബൈ m1 plus m2. m2 എന്ന് പറയുന്നത് 2m1. That means minus the whole square. Okay. So minus m1 divided by 3m1 the whole square. So you will get it as 1 by 9. And F2 is 1 minus F1 എന്ന് എടുക്കാലോ. So 1 minus 1 by 9 which is 8 by 9. Okay, 8 by 9. അപ്പം നമ്മൾ പെർസെൻറ്റേജിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ F1 in percentage കൊടുക്കുകയാണെങ്കിൽ that will be 1 by 9 into 100. It will come around 11.1%. And F2 in percentage കൊടുക്കുകയാണെങ്കിൽ 8 by 9 into 100 which is equal to 88.8%. അതായത് ഇപ്പൊ അത് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു ന്യൂട്രോൺ അതിന്റെ മാക്സിമം കൈനറ്റിക് എനർജി നഷ്ടമാവുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് പർട്ടിക്കുലർ 88%, ദിസ് ഇസ് ദ കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ് അല്ലെ. കൈനറ്റിക് എനർജി ദിസ് F2 is the what is that kinetic energy gained by deuteron ആണ്. Gained by deuteron, or you can say the kinetic energy which is transferred to the deuteron by neutron. Applied ചെയ്തപ്പോഴാണല്ലോ. അപ്പൊ ന്യൂട്രോൺ 88% കൊടുത്തു. Okay, 88% കൊടുത്തു. We are getting that fraction. ഓക്കെ, ഇനി നമ്മൾ കാർബണിനെ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് നമ്മളോട് കാർബൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാർബൺ. നെക്സ്റ്റ് നമ്മുടെ ന്യൂട്രോൺ വന്ന് കാർബണിനെ കൊളൈഡ് ചെയ്യാൻ വിചാരിക്കും. സോ ഇത് m1, ദിസ് ഇസ് m2. സോ ഹിയർ നിങ്ങൾക്കറിയാം m2 is 12m1 in this case. സോ ഇവിടെ നിങ്ങൾ F1 F2 കൺസിഡർ ചെയ്യുക.
So F1, you will get m1 minus 12m1 divided by m1 plus 12m1, the whole square, which would be account to 121 by 169, which is 0.71, and F2 is 1 minus 0.71, which is 1 minus 0.71. So F1 നമ്മൾ പെർസെൻറ്റേജിൽ ആക്കുമ്പോൾ 0.71 into 100, you will get it as 71%, and F2 in percentage ചെയ്യുമ്പോൾ നമുക്ക് 28.4% എന്നും കിട്ടും കേട്ടോ. 8.4%. This comes from 71.6%. So ഇതിന്റെ അർത്ഥം എന്താണ്? Fraction of kinetic. This is the fraction of kinetic energy So this is the fraction of kinetic energy transferred from neutron to carbon. Transfer ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു സംഭവം. ഓക്കെ, അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഷോ ദാറ്റ് അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഷോ ദാറ്റ് ന്യൂട്രോൺ ക്യാൻ ലൂസ് most of its kinetic energy in elastic collision to light nuclei neutron or carbon which has a mass of only 3 times the neutron mass. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എത്രയാണ്? 28.4% ആണ് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷെ മറ്റിടത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെന്നാണ് 88%. അപ്പൊ ആ വ്യത്യാസമുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് kinetic energy is being loose. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കാർബൺ കുറച്ചും കൂടെ മാസീവ് ആയതുകൊണ്ട് ഇത്രയേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് നമുക്ക് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, അപ്പം ഇനി നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കൺസെപ്റ്റ് എന്ന് തന്നെ പറയുന്നത് എന്താണ്? കൊളീഷൻ 1 ഡയമെൻഷനാണ്. അപ്പൊ നമ്മൾ ഏറ്റവും അധികം എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വേർഡാണ് ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയാം അല്ലെ? അത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതും. പക്ഷെ ഈ വേർഡ് വളരെയധികം ഇപ്പോഴും കേൾക്കുന്ന ഒരു വേർഡായി മാറും, ഹെഡ് ഓൺ കൊളീഷൻ. അതായത് ഇപ്പം നമ്മുടെ വെലോസിറ്റി, അതിന്റെ വെലോസിറ്റി, അത് സ്പീഡിന്റെ ഡയറക്ഷൻ, അത് അതിന്റെ പർട്ടിക്കുലർലി അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ഒന്നുമില്ല. ഇറ്റ് ഇസ് മൂവിങ് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ആംഗിൾ ചേഞ്ച് ഒന്നും ഇല്ല, θ1 θ2 ഒക്കെ 0 ആവുകയാണ്. ഇങ്ങനെ ഒരു കേസിലാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഹെഡ് ഓൺ കൊളീഷൻ അല്ലെങ്കിൽ 1D കൊളീഷൻ എന്ന് പറയാം. ഇപ്പം ചെറിയ ടെക്സ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ചെറിയ സ്മോൾ സ്ഫിറിക്കൽ ബോഡീസിലൊക്കെ ആണെങ്കിൽ ഈ ബോഡി 1ന്റെ ഡയറക്ഷൻ ഓഫ് ട്രാവലും ബോഡി 2ന്റെ സെൻട്രലിലൂടെ ആണെങ്കിൽ, അത് റെസ്റ്റിലായിരിക്കുന്ന ബോഡി 2ന്റെ സെൻട്രലിലൂടെ ആണെങ്കിൽ ഇത് പോസിബിൾ ആവും. പക്ഷെ ഇൻ ജനറൽ എപ്പോഴും ഈ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുന്ന ഒരു ഒക്കറൻസ് വളരെ റെയർ ആണ്. ഓക്കെ, ഇൻ ജനറൽ കൊളീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ജനറൽ കട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്. സോ ഇൻ ജനറൽ കൊളീഷൻ ഈസ് 2 ഡയമെൻഷനൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൊളീഷൻ 2 ഡയമെൻഷൻ നോക്കാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. സോ താങ്ക് യു.